വെൽബിട്രിൻ 300 mg 4-ാമത്തെ ദിവസം കണ്ടാണ്. സത്യം പറഞ്ഞാൽ ഈ വെൽബിട്രിൻ 150 mg കഴിക്കുന്ന പോലത്തെ ഒരവസ്ഥയൊന്നുമല്ല. ഒരു തരം കൈവറ, അതുപോലെ കുറച്ച് എന്താ പറയുക, ഒരു ഡ്രഗ് അടിച്ചൊരു ഫീലിംഗ്, ഒരു കിറിങ്ങിയ ഫീലിംഗ്. ഇത് മറ്റുള്ളവർ സ്പോട്ട് ചെയ്യുക, അവർ നമ്മളെടുത്ത് എന്താ കൈ വറക്കണ, നീ എന്താ മുഖത്ത് നോക്കാത്ത, നീ എവിടെയാ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുന്നു. നമ്മുടെ ശ്രദ്ധ എവിടെയല്ലെന്ന് അവർ തിരിച്ചറിയുന്നു. സോ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതായത് ഈ 300 mg എന്ന് പറഞ്ഞാൽ കുറച്ച് ഡോസ് കൂടിയ പവർ ഐറ്റമാണ്. പക്ഷേ എന്തെന്ന് വെച്ചാൽ 150 mg കഴിച്ചിട്ട് ഞാൻ ഈ അഡിക്ഷന് വേണ്ടിയാണ് ഞാൻ വെൽബിട്രിൻ തുടങ്ങിയത്. വെൽബിട്രിൻ തുടങ്ങിയപ്പോൾ ഒരു 10 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 8-7 മാസമൊക്കെ അഡിക്ഷനിലൊക്കെ ഒരു പ്രോഗ്രസ്സൊക്കെ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് തീർത്തും പഴയ സ്ഥിതിയിലേക്ക് തന്നെയായി. അപ്പം ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഞാൻ ഈ എന്താ പറയുക, ഇത്ര കാശുള്ള സാധനം മേടിച്ചിട്ട് അഡിക്ഷനും ഉണ്ട് ഒരു സൈഡിൽ, മെഡിസിനും ഉണ്ട് ഒരു സൈഡ്, മെഡിസിനും അഡിക്ഷൻ, അതും അഡിക്ഷൻ എന്നുള്ള സൈഡിൽ. എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അത് എഫക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ എഫക്റ്റീവ് ഡോസിൽ ഇത് ഉള്ളിൽ ചെന്നാലായിരിക്കണം ഈ പറയുന്ന അതിൻ്റെ തെറാപ്പറ്റിക് ഫീല് നമുക്ക് കിട്ടുന്നത്. ഇനി അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ 150 mg, അപ്പോൾ 150 mg കൂടുമ്പോൾ 300 mg, അത് എന്താ പറയുക, നമ്മളൊരു യൂസ്ഡ് ആയിപ്പോവും. പിന്നെ കാജോ എങ്ങനെയായിപ്പോൾ അങ്ങനെ ആയിപ്പോയി. ഞാൻ വിചാരിക്കും 150 mg വെച്ച് 4 മാസം 5 മാസം കഴിക്കുന്നതിനും നല്ലതാണ് 300 mg വെച്ച് ഒരു 30 ദിവസം ഇൻറ്റൻസായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ആ 30 ദിവസത്തേക്ക് നമ്മുടെ തലച്ചോറ് ആ റീവയറിങ് പ്രോസസ്സിൽ പെടും. മറ്റത് 90-120 ദിവസം വലിയ ഒരു ഇൻറ്റൻസായിട്ടുള്ള റീവയറിങ് ഇല്ലെങ്കിൽ അത് നിർത്തുമ്പോൾ മൈൻഡ് സ്വയം പഴയ പടിയെ പോകും. അവിടെയാണ് ഈ തുടക്കം. മെഡിസിൻസൊക്കെ ആദ്യമായിട്ട് കഴിക്കുന്നവർക്കാണ് ഏറ്റവും എഫക്റ്റീവ്. മെഡിസിൻസ് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിന് ആദ്യമായിട്ടൊരു ഇതിനു വേണ്ടി മെഡിസിൻ എടുക്കുമ്പോൾ നമ്മൾ തുടങ്ങുകയാണ് പരിപാടി. അത് ഭയങ്കര എഫക്റ്റീവായിരിക്കും ആ ഒരു മാസം 2 മാസമൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് യൂസ്ഡ് ആവും. പിന്നെ വേറെ മെഡിസിൻ മാറുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ഡോസേജ് എടുത്ത് കഴിയും. ഡോസേജിന് ബുദ്ധിമുട്ടുണ്ട്, ഇതൊരു വലിയ സുഖമുള്ള ഏർപ്പാടല്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൈഡ് എഫക്ട്സ് ഒക്കെ വരുമ്പോൾ മനസ്സിലൊന്ന് ചിന്തിക്കുക, ഞാൻ എങ്ങടേക്കാണ് പോകുന്നത്, ഇത് എനിക്ക് ഹെൽപ്ഫുൾ ആവുമോ, ഇത് ഭാവിയിൽ എന്നെ എവിടെ കൊണ്ടെത്തിക്കും. തീർച്ചയായിട്ടും ഈ അനുഭവിക്കുന്നതിനൊക്കെ നല്ല ഔട്ട്പുട്ടേ വരുള്ളൂ. ഈ നമുക്ക് ഈ അനുഭവിക്കുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും എന്താ പറയുക, കൂടി നമ്മളെ എമർജൻസി റൂമിലേക്ക്, നമ്മുടെ ഓർഗൻ ഡാമേജിലേക്കൊന്നും കൊണ്ടുപോകില്ല. ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തയ്യാറായാൽ വിചാരിക്കുന്ന ഫലം കിട്ടും എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് അതിൻ്റെ പരിപാടി. അപ്പോൾ 300 mg ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ മസിൽ പെയിൻ വരാം. അതുപോലെ ആളുകൾ വീണ്ടും എന്നോട് ചോദിച്ചേക്കാം, ആളുകൾ പെട്ടെന്ന് എന്താ പറയുക, ഒരു പ്രത്യേക വൈബ് എൻ്റെ മാറിപ്പോയതുപോലെയൊക്കെ ആളുകൾ നോക്കുന്നത്. ഓഫ് കോഴ്സ് മേ ബി ഞാനൊരു വൈബ് മാറിപ്പോയിട്ടുണ്ടാവാം. പക്ഷേ എനിക്ക് ഏത് വൈബിലാണെങ്കിലും എനിക്ക് പിടിച്ചു നിന്നേ പറ്റൂ. എനിക്കിനി ഒരു യൂസ്ഡ് ആവണം ഈ ഒരു വൈബ്. അപ്പോൾ അതിന് എനിക്ക് എൻ്റെ ബ്രെയിനെ റീപ്ലേസ് ചെയ്യണം, റീവയർ ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ എന്തൊക്കെ ഇതായിട്ടാണ് 2 അടി കിട്ടിയിട്ടാണെങ്കിലും, കാരണം 4-5 ആളൊന്ന് അടിച്ച് പൊടിച്ചിട്ടാണെങ്കിലും, കത്തി കുത്തി ചത്താലും ഞാൻ മെഡിസിൻ എനിക്ക് കഴിച്ചേ തീരൂ. അതെൻ്റെ ഒരു ഇതാണ്. അത് കഴിച്ചേ തീരും, അല്ലാണ്ട് ഇനി വേറെ വഴിയില്ല. അപ്പോൾ അത് കഴിച്ച് ഈ ആസക്തിയിൽ നിന്ന് മോചിതനാവാനുള്ള പരമാവധി ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് പൂർണ്ണമായിട്ടും ഞാനത് ശ്രമിക്കും. അത് പറ്റും. ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞ് ഒരു 10-15 ദിവസമൊക്കെ ആകുമ്പോഴാണ് നമുക്കത് പറയാൻ പറ്റും ഇതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ്. ഇപ്പം എനിക്ക് തോന്നുന്നു 3-4 ദിവസമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 3 ദിവസമായിട്ട് പോകുന്നു. ഇന്ന് പുറത്തൊക്കെ പോയി ചില വലിയ കാര്യങ്ങൾ, നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഒരു തെറാപ്പറ്റിക് എഫക്റ്റ് തരുന്നുണ്ട് ഈ ഒരു ഡോസേജ് എടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ഡോസേജിനെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ ഒരു പരിപാടി എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.